എന്തിനാണ്? ഒരു മുൻകൂർ ജാമ്യം എടുക്കുക. കുറച്ച് എന്തെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗ്യതയ്ക്കനുസൃതമായിട്ടുള്ള ചോദ്യങ്ങൾ പുറത്തുനിന്ന് വന്നേക്കാം എന്നുള്ള രീതിയിലുള്ളൊരു മുൻകൂർ ജാമ്യമാണ്. ഹായ്, LPUPക്ക് പഠിച്ചു തുടങ്ങുന്നവർക്ക് സിലബസിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടാനും എന്തൊക്കെയാണ് ആ ഒരു സിലബസ് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ LPUP മിഷൻ 3.0 എന്നുള്ള പേരിൽ എൻട്രിയിൽ ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു സിലബസ് എന്താണ് സ്ഥിതി എന്നുള്ള നമുക്ക് നോക്കാം. ഈ ഒരു സിലബസ് ആണ് നിലവിൽ LPUPയുടെ സിലബസ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം മാറി. 6, 8, 10 ഈ പ്രാവശ്യം മാറി. അപ്പോൾ ഇനി എന്ത് വേണ്ടി വരും? ഈ ഒരു സിലബസിൽ മാറ്റം ഉണ്ടാവുമോ എന്നുള്ളൊരു വസ്തുത അവിടെ ഉണ്ട്. പക്ഷേ സിലബസിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ആ ഒരു സിലബസും ഈ ഒരു സിലബസും തമ്മിൽ വലിയൊരു അജഗജാന്തരമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന മാറ്റവും അതേപോലെയുള്ള ചെറിയ മാറ്റങ്ങൾ തന്നെയായിരിക്കും നിലവിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു സിലബസ് വെച്ച് പഠിക്കണം. കാരണം എന്താ, ഇനി വരാൻ പോകുന്ന LPUP എന്ന് പറയുമ്പോൾ അവിടെ 2 SCRT നിങ്ങൾ പഠിക്കണം. ഓൾറെഡി ഉള്ള പഴയ ബുക്കും പഠിക്കണം, പുതിയ ബുക്കും പഠിക്കണം. കാരണം ഇത് പരീക്ഷ നടക്കാൻ പോകുന്നത് ഏകദേശം അല്ലേ ഒരു ഇപ്പോൾ കഴിഞ്ഞു, ലിസ്റ്റ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. LP വന്നു, UP വരാൻ പോവുകയാണ്. അവിടെ നിന്ന് 1.5 വർഷം കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത വർഷം അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, 2026 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരും. 2027 2026 അവസാനം വന്നു കഴിഞ്ഞാൽ 2027 അതിൻ്റെ എക്സാം ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 SCRT നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പാർട്ട് 1 കേരള ചരിത്രമാണെങ്കിൽ വളരെ കുറച്ച് ടോപ്പിക്കുകളെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റുകളാണ് പറയാനുള്ളത്. അല്ലാതെ സിലബസ് അതേപോലെ നിങ്ങൾക്ക് വായിച്ചു തരുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് PDF കിട്ടുന്നതാണ്. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിലബസ് ഒന്ന് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത് ചുമരുമേൽ അവിടെ ഒട്ടിച്ച് വെക്കുക. നിങ്ങളുടെ പഠന ഏരിയ ഉണ്ടല്ലോ, ആ ചുമരുമേൽ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ കവർ ചെയ്യുന്ന ഏരിയകൾ, അത് ആപ്പിലുള്ള ക്ലാസ്സിലൂടെ ആയാലും നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് പോകണം. ഇനി സിലബസ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രിട്ടീഷുകാർക്കെതിരായ നടന്ന ആദ്യകാല കലാപങ്ങൾ. അവിടെ കൊടുത്ത ഹെഡിങ്ങിൽ പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി പാലിയത്തച്ഛൻ, കുറിച്യർ കലാപം, ഈ 3 സാധനമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അത് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഇതുവരെ ഈ ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ 90-95% വരെയും ഇത് തന്നെയാണ്, സെയിം ആണ്. പക്ഷേ ചില ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നിട്ടുണ്ട്? ഇതല്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യകാല കലാപങ്ങളെക്കുറിച്ചുള്ള ചാപ്റ്ററുകളിലുള്ള മറ്റു പോയിന്റുകൾ വന്നിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള SCRT ചാപ്റ്ററുകൾ ഏതാണോ ആ ചാപ്റ്ററിൽ മറ്റു വസ്തുതകൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ പഴശ്ശീനെ മാത്രം തപ്പി നടക്കുക, വേലുത്തമ്പീനെ മാത്രം തപ്പി നടക്കുക അല്ല വേണ്ടത്. ആ ഒരു ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ മുഴുവൻ, ആദ്യകാല സമരങ്ങൾ എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് ഈ സിലബസ് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതെല്ലാ കാര്യവും കേരള നവോത്ഥാനം അല്ലേ, ഇപ്പോൾ ഈ നവോത്ഥാനത്തിൽ ഓരോരുത്തരെ എടുത്തിട്ട് പഠിക്കൽ മാത്രമല്ല, ഇവരല്ലാതെ ആ ഒരു ചാപ്റ്ററിൽ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ചാപ്റ്ററുകൾ 2 ഇല്ലായിരുന്നോ പഴയ പുസ്തകത്തിൽ, അതേപോലെ പുതിയ പുസ്തകത്തിലുണ്ട്. ഈ ചാപ്റ്ററുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ SCRTയിലുള്ളത് പഠിക്കണം. അഡീഷണൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? സിലബസിൽ ഒതുങ്ങി നിന്ന് മാത്രം പഠിക്കുക. അതായത് അഡീഷണൽ പഠിക്കുമ്പോൾ വൈകുണ്ഠസ്വാമികൾ, അപ്പം SCRTയിലുള്ള കുറച്ച് പോയിന്റുകൾ പഠിക്കുന്നു. അതല്ലാതെ വൈകുണ്ഠസ്വാമികൾ നമ്മൾ PSC ബുള്ളറ്റിൻ്റെ നോട്ട്സൊക്കെ ഉണ്ട്, വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നോട്ട്സ് ആ രീതിയിൽ ഉപയോഗിക്കുക. ഇവിടെ കോഴ്സിലാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ കിട്ടും. അദ്ദേഹത്തെക്കുറിച്ച് SCRTയും നോൺ SCRTയും PSC ബുള്ളറ്റിനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഓരോരുത്തരെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ വിഷയമില്ല. അതല്ലാതെ ആകുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ PSC ബുള്ളറ്റിൻ്റെ നോട്ട് ഓരോ നവോത്ഥാന നായകർക്കും നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ SCRT ചാപ്റ്ററുകൾ കംപ്ലീറ്റ് പഠിക്കണം. ഇവരല്ലാത്ത ആളുകളെക്കുറിച്ചുള്ള പോയിന്റുകളും പഠിച്ചേക്കണം. ആ രീതിയിലാണ് ഓരോ ഏരിയയും. അത് എല്ലാ ഏരിയകൾക്കും ബാധകമാണ്. എന്തിനു മാത്രമല്ല, കേരള ചരിത്രത്തിൻ്റെ മാത്രം കാര്യമല്ല. ഇതാ നോക്കിയേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ പരീക്ഷയിൽ അവിടെ 40% ചോദ്യങ്ങൾ വരെ വന്നിരിക്കുന്നത് ഈ 4 പോയിന്റ് അല്ല. ഈ 4 കാര്യങ്ങൾ അടങ്ങിയ കുറേ ചാപ്റ്ററുകളുണ്ട്. 7ാം ക്ലാസ്സിൽ കുറച്ച് ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ 4, 5, 6, 7 എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ്സിൽ അല്ലേ 2, 4 അങ്ങനെ കുറച്ച് ചാപ്റ്ററുകൾ, 4 ചാപ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. 8 ചാപ്റ്റർ അതേപോലെ ഇപ്രാവശ്യം പുതിയ ബുക്കിലും ഉണ്ട്. ഈ ചാപ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു പഠനമാണ് ഇവിടെ ആവശ്യം. കാരണം അവിടെ വന്ന ചോദ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാ ചോദ്യങ്ങളും മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, INC മാത്രമല്ല, സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ആ ചാപ്റ്ററുകളിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററുകളിൽ അടങ്ങിയ മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് സിലബസിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 10ാം ക്ലാസ്സിൽ 7ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കണം. അല്ലാതെ അവിടെയുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും ബഹിരാകാശ ഗവേഷണവും മാത്രമല്ല, വിദേശ നയത്തെക്കുറിച്ചായാലും സംസ്ഥാന പുനഃസംഘടനയെക്കുറിച്ചായാലും
ഭരണഘടനാ നിർമ്മാണം നേരിട്ട വെല്ലുവിളികളായാലും അതൊക്കെ നോക്കണം. ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. ആ രീതിയിൽ വേണം നിങ്ങൾ SCERTയെ എന്ത് ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ. ദെൻ ലോകചരിത്രം, നദീതട സംസ്കാരങ്ങൾ, അത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ നദീതട സംസ്കാരങ്ങളെ കുറിച്ചുള്ള ചാപ്റ്റർ മാത്രം നോക്കിയാൽ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന ഈ സംസ്കാരങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ അവിടെ ലോകചരിത്രം ബാക്കിയുള്ള എല്ലാം കൂടെ പഠിച്ചേക്കാം, അത് വേണ്ട. അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഈ ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക് ഉൾപ്പെടുന്ന സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ദെൻ ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും. ആ രീതിയിൽ തന്നെയാണ് കറണ്ട് അഫേഴ്സ് പലതും വന്നിട്ടുള്ളത്. അതിൽ ചരിത്രത്തിൽ നിന്നൊക്കെയുള്ള കറണ്ട് അഫേഴ്സ് അങ്ങ് മാറിപ്പോയി ആ വിദ്യാഭ്യാസത്തിലേക്കൊക്കെ അങ്ങ് പോകും. അവിടെ നിന്ന് അധികം കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളൊക്കെ കൂടുതലും വന്നിട്ടുള്ളത്. ദെൻ ഭൂമിശാസ്ത്രം, ഇതേപോലെ തന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, മണ്ണിനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഭൂമിശാസ്ത്രത്തിൻ്റെ ഏതൊക്കെ ചാപ്റ്ററുകളാണോ SCERTയിലുള്ളത് അതൊക്കെയാണ് വേണ്ടത്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. SCERTന് എന്ത് പഠിക്കണം എന്നുള്ളത് പഴയ പാഠപുസ്തകത്തിൻ്റെ LP-UPക്ക് വേണ്ടി മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ പുതിയ പാഠപുസ്തകം എന്നുള്ള ക്ലാസ്സുകളും സോഷ്യൽ സയൻസിൻ്റെ ഓൾറെഡി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബേസിക് സയൻസിൻ്റെ ഇപ്പോൾ അടുത്ത് തന്നെ ചെയ്ത് വീഡിയോ വരും. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ വീഡിയോ ചിലപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പേ ചിലപ്പോൾ വരുമായിരിക്കും. നിങ്ങൾ അതൊക്കെ കണ്ട് ഏതൊക്കെ ചാപ്റ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ. ദെൻ സാമ്പത്തിക ശാസ്ത്രം, ഈ ഒരു ടോപ്പിക്ക് മാത്രമാണുള്ളത്. ബാങ്കുകൾ, അവിടെ ഇതുവരെ വന്ന ചോദ്യങ്ങളിൽ 100% ഈ ഏരിയ തന്നെ വന്നത്. പക്ഷേ നമുക്ക് മറ്റ് ഏരിയകൾ പോലെ തന്നെ ഇവിടെയും ചിലപ്പോൾ പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ബാങ്ക് മാത്രമല്ല, ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കണം. അവിടെ ബാങ്കിങ് അല്ലാതെ ചിലപ്പോൾ ഇൻഷുറൻസിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ. ദെൻ രാഷ്ട്രതന്ത്രശാസ്ത്രം, ഇതേപോലെ ഭരണഘടനയെക്കുറിച്ചുള്ള ചാപ്റ്ററുകളെല്ലാം കംപ്ലീറ്റ് പഠിക്കണം. ഇവിടെ കൊടുത്ത സാധനം നോക്കണ്ട നിങ്ങൾ. SCERT പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ ആ സിലബസിൽ ഭരണഘടന, അവിടെ SCERT ചാപ്റ്ററുകൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ കംപ്ലീറ്റ് പഠിക്കണം. ഈ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലയിടത്ത് കിടക്കുകയാണ്. അതേപോലെ സമൂഹശാസ്ത്രം, കുടുംബം, സാമൂഹികരണം 2 ഹെഡിങ്ങേ ഉള്ളൂ. പക്ഷേ എന്താണ്, സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്ററുകളൊക്കെ പഠിക്കണം. ഇപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, അതൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് ഇനി പുതിയതിൻ്റെത് നമ്മൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ ഭൗതിക ശാസ്ത്രം 7 മാർക്കിനാണുള്ളത്. അവിടെ 2 മാർക്ക് കറണ്ട് അഫേഴ്സ്. ഓരോ ടോപ്പിക്കുകളും കൊടുത്ത കണ്ടോ. ഈ ടോപ്പിക്കുകളൊക്കെ ഓരോന്നായിട്ട് ബന്ധപ്പെട്ട് SCERT പല ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ ഏകദേശം 5 to 10 പുസ്തകം തന്നെ നമുക്ക് ഇവിടെയും വേണ്ടി വരും. അതേപോലെ തന്നെയാണ് കെമിസ്ട്രിയുടെയും കാര്യം. ഏകദേശം 5 to 10 ഒരുവിധം ചാപ്റ്ററുകളൊക്കെ ഇവിടെ അടങ്ങും. കൃത്യമായിട്ടും ഇതിൽ ഉൾക്കൊള്ളുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്നുള്ള പ്രത്യേകം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കറണ്ട് അഫേഴ്സ് 2 മാർക്കാണ്. അതേപോലെ ജീവശാസ്ത്രവും 6+2 8 മാർക്കിനാണ്. ഇതാണ് ഏരിയകൾ. കോശങ്ങളുടെ ഘടന, അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ചാപ്റ്റർ ഉണ്ട്. 6ലും 8ലും ഉണ്ട്. അതേപോലെ പുതിയ പാഠപുസ്തകത്തിലുണ്ട്. അങ്ങനെ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററുകളുണ്ട്. അത് കൃത്യമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ പഴയ ബുക്കിൻ്റെ കിട്ടും. പുതിയതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. 2 കൂടെ ചേർത്ത് വെക്കുക. എന്നിട്ട് സിലബസിൽ ഇങ്ങനെ ഈ ഓരോന്നും തീർക്കുമ്പോൾ മാർക്ക് ചെയ്ത് പോവുക. ആ രീതിയിലാണ് നിങ്ങൾ ഓരോ ഏരിയയും പഠിക്കേണ്ടത്. ഇത് മാത്സും അതേപോലെ തന്നെ ബാക്കിയുള്ള ഏരിയകളായാലും അല്ലേ, നിങ്ങൾക്കറിയാം മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, അതേപോലെ തന്നെ സൈക്കോളജി ഉണ്ട്. ഇതിൽ ഓരോ ഏരിയകളും വെറുതെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതൊക്കെ ഓരോ അധ്യാപകരുടെ വിശദമായിട്ടുള്ള അല്ലേ, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഓരോ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഉണ്ടാവും നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രകാരമാണ് നിങ്ങൾ ഈ സിലബസിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് ഇതാ, അതേപോലെ തന്നെ മലയാളം. സിലബസ് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിൽ നിന്ന്. ഓക്കെ. അപ്പോൾ ഇതാണ് സിലബസ്. എല്ലാ സിലബസിൻ്റെ അവസാനം കൃത്യമായിട്ട് PSC ഇങ്ങനെ കൊടുക്കും. എന്തിനാണ്? ഒരു മുൻകൂർ ജാമ്യം എടുക്കുക. കുറച്ച് എന്തെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗ്യതയ്ക്കനുസൃതമായിട്ടുള്ള ചോദ്യങ്ങൾ പുറത്തുനിന്ന് വന്നേക്കാം എന്നുള്ള രീതിയിലുള്ളൊരു മുൻകൂർ ജാമ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചോദ്യം വന്നാൽ ചോദ്യം ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് വളരെ അപൂർവമായിട്ട് അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, നദീതട സംസ്കാരങ്ങളാണ് അല്ലേ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന സംസ്കാരങ്ങളെ കുറിച്ച് അല്ലാതെ ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപൂർവമായിട്ട് ഔട്ട് ഓഫ് സിലബസ് വരും. പിന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ഒരു സിലബസ് കവർ ചെയ്യുമ്പോൾ 5 to 10 അവിടെ നിന്നാണ് ഇവിടുത്തെ മൊത്തം ചോദ്യങ്ങളുടെ SCERTയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ 95% കിടക്കുന്നത് എവിടെയാണ്? 5 to 10ലാണ്. ഒരു 5% ചോദ്യങ്ങൾ മാത്രമാണ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വരുന്നത്. അത് ഇതുവരെയുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കെമിസ്ട്രിയിൽ നിന്നാണ് ഹയർ സെക്കൻഡറി ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കെമിസ്ട്രിയിൽ മാത്രമാണ്, മറ്റുള്ളതിൽ അങ്ങനെ വരാറില്ല. എന്താണ് ചരിത്ര വിഷയങ്ങളിൽ അതേപോലെ തന്നെ ജോഗ്രഫിയിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുള്ളത്. ഒരു 95% നിങ്ങൾക്ക് SCERTയിൽ നിന്ന് വരുന്നതിൻ്റെ നോൺ SCERT ചോദ്യങ്ങൾ ചെറിയൊരു ശതമാനം മാത്രമേ വരാറുള്ളൂ. അതായത് ഈ പറയുന്ന കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് SCERT ഇല്ലാത്തത് വന്നിട്ടുണ്ടാവുക. ഒരു 100 ചോദ്യങ്ങളുടെ ചോദ്യപേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 ചോദ്യങ്ങൾ മാത്രമാണ് SCERT ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക.
ഓക്കെ, GK കാര്യത്തിൽ. ബാക്കി 95% എന്തായിരിക്കും? SCERT ആയിരിക്കും. ഈ വരുന്ന 95% SCERT ചോദ്യങ്ങളുടെ 95% 5 to 10 ആയിരിക്കും. ഒരു 5% മാത്രമാണ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് വരിക. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 5 to 10 തന്നെ വൃത്തിക്ക് പഠിച്ചാൽ തന്നെ മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും. അത് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ അനുഭവമാണ്. ഞാൻ ആ ബ്ലൂ പ്രിന്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിച്ച ആളുകൾ നല്ല മികച്ച റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. നമുക്ക് പുതിയ SCERTയും പഴയ SCERTയും പഠിക്കേണ്ടതുണ്ട്, നോൺ SCERT കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊണ്ടുള്ള കോഴ്സായിരിക്കും നമ്മുടെ ഈ ഒരു മിഷൻ 3.0 എന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ല മികച്ച രീതിയിൽ ഇപ്പോഴേ പഠനം തുടങ്ങി മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്നായി തുടക്കമിടുക, മുന്നോട്ട് പോവുക.